8ാം ക്ലാസ്സിലെ 2025-26 വർഷത്തെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അജിബ് ഹസബൽ ഇർഷാദാത്ത്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. കമ്മിൽ ബിൽ മുനാസിബി മിനൽ ഹിലാലീനി, ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായത് എടുത്ത് പൂരിപ്പിക്കുക. ഡാഷ് ജന്നത്തുൻ അലൽ അർലി, കാശ്മീർ ജന്നത്തുൻ അലൽ അർലി, കാശ്മീർ ഭൂമിയിലെ സ്വർഗമാണ്. സിൽ ബിൽ മുനാസിബി, ചേർമിടി ചേർക്കുക. ഷായറുൽ അത്ഫാലി ബയാനുസഫദി, അമീർ ഷുഅറാ അഹമ്മദ് ഷൗക്കി. പിന്നെ ഇഖ്തർ മിനൽ ആത്തിയത്തി തസ്രീഹൻ മുനാസിബൻ ലിസത്തുരി, താഴെ ഒരു ബോക്സിൽ ഒരു കവിതയുടെ വരി കൊടുത്തിട്ടുണ്ട്. ആ വരിയോട് അനുയോജ്യമായ അർത്ഥമുള്ള സ്റ്റേറ്റ്മെന്റ് താഴെ നിന്നും കണ്ടെത്തുക. 3 സ്റ്റേറ്റ്മെന്റ് താഴെ എഴുതിയിട്ടുണ്ട്. ആദ്യം വരി വായിച്ചു നോക്കാം. വലൻ യുഗ്നിയക യൗമൽ ഹശ്രി കൻസുൻ, പുനരുജ്ജീവനത്തിന്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ നിനക്കൊന്നും ഗുണം ചെയ്യുകയില്ല ഒരു നിധിയും. വലാ യുൻജി ഹുനാക സിവൽ ഹലാൽ, നീ സമ്പാദിച്ചതായ ഹലാലായ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും നിനക്ക് അവിടെ ഗുണം ചെയ്യുകയില്ല. ഇതേ അർത്ഥമുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കാം. ഇഹ്തസ്സത്തിൽ അർളു വസ്സമാഉ മിൻ ജമാലി ഹാദിഹി ത്വബിഅ, ഈ പ്രകൃതിയുടെ മനോഹാരിതയിൽ ഭൂമിയും ആകാശവും കുലുങ്ങി. അതല്ല. റസഖക്കല്ലാഹു ലിബാസൻ യുവാരി സൗഅതക വജമാല വസീനത്തൻ, നിനക്ക് സൗന്ദര്യമായി കൊണ്ടും നിന്റെ നഗ്നത മറക്കാൻ വേണ്ടിയും അള്ളാഹു നിനക്ക് വസ്ത്രം നൽകി. അതുമല്ല. ലാ യുൻജീക കൻസുൻ യൗമൽ ഹിസാബി ഇല്ലക്തിസാബുൽ ഹലാൽ, അനുവദനീയമായ രൂപത്തിൽ സമ്പാദിച്ചതല്ലാതെ നിനക്ക് പരലോകത്തൊന്നും ഗുണം ചെയ്യുകയില്ല. അതാണ് യോജിക്കുന്നത്. 3ാമത്തേത്. ഇനി ഇഖ്തർ അത്തഖമ സഹീഹ, ശരിയായ ജോഡി കണ്ടെത്തണം. അത്വാഇറത്ത്, വിമാനം. സിക്കത്തുൽ ഹദീദ്, റെയിൽപാളം, അത് യോജിക്കുകയില്ല. സയ്യാറത്തുൽ ഇസ്ആഫ്, ആംബുലൻസ്. അശാരി, റോഡ്, അത് യോജിക്കുന്നതാണ്. അൽ ഖിത്താർ, തീവണ്ടി. മസാറുൻ ജവി, എയർ റൂട്ട്, അതും യോജിക്കുന്നില്ല. അപ്പോൾ ബ ആണ് ശരി ഉത്തരം. അജിബ് അനിൽ അസില, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇഖ്റ അസ്സത്ര വ അജിബ്, ഈ വരി കവിത വായിക്കുക എന്നിട്ട് ഉത്തരം എഴുതുക. ലൈഫുൻ ഫി ബൈത്തി മഹബൂബുൻ, എൻ്റെ വീട്ടിൽ സ്നേഹനിധിയായ ഒരു അതിഥിയുണ്ട്. ഫി ലുഗത്തി യുദ് അൽ ഹാസൂബു, എൻ്റെ ഭാഷയിൽ അതിനെ ഹാസൂബ് എന്ന് വിളിക്കും. ചോദ്യം. ഉക്തുബ് മുത്തറാദിഫ് ദാർ, ദാറുൻ എന്ന പദത്തിന്റെ മുത്തറാദിഫ് പര്യായ പദം സിനോണിം എഴുതുക. ബൈത്തുൻ, അല്ലെ, വീട്. മനിൽ ലൈഫ് ഫി ഹാദസത്രി, ഈ വരിയിലെ ലൈഫ് അതിഥി ആരാണ്? ഹാസൂബ്, കമ്പ്യൂട്ടറാണ്. റക്കിബിൽ കലിമാസ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ഈ താഴെയുള്ള കലിമത്തുകൾ യോജിപ്പിക്കുക, കൂട്ടി യോജിപ്പിച്ച് എഴുതുക. ഖസറുൻ പ്ലസ് അൽ ഖനിയു പ്ലസ് ജമീലുൻ, ഖസർ കൊട്ടാരം, ഖനിയ സമ്പന്നൻ, ജമീലുൻ ഭംഗിയുള്ളത്. അതെങ്ങനെ കൂട്ടി യോജിപ്പിച്ചു? ഖസറുൽ ഖനിയി ജമീലുൻ, സമ്പന്നന്റെ കൊട്ടാരം ഭംഗിയുള്ളതാണ്. അടുത്തത് ബാബുൻ പ്ലസ് അൽ മസ്ജിദു പ്ലസ് കബീറുൻ, അതെങ്ങനെ എഴുതാം? ബാബുൽ മസ്ജിദി കബീറുൻ, പള്ളിയുടെ വാതിൽ വലുതാണ്. അടുത്തത് ഉർഫത്തുൻ പ്ലസ് അൽ ബൈത്തു പ്ലസ് വാസിയത്തുൻ, ഉർഫത്തുൽ ബൈത്തി വീടിന്റെ മുറി, റൂം. വാസിയത്തുൻ വിശാലമായതാണ്. ഉർഫത്തുൽ ബൈത്തി വാസിയത്തുൻ, വീടിന്റെ മുറി വിശാലമാണ്. അങ്ങനെ എഴുതുക. ലാഹിൽ അസൂറത്ത, ഈ ചിത്രം നോക്കുക. വ ആയിദ താലീഖ് അൽ ഹാലത്തി, എന്നിട്ടൊരു താലീഖ്, ഒരു കമന്റ് ഇതിന് എഴുതുക. ഈ കുത്തുബ് മിനാറിന് എന്താണ് എഴുതേണ്ടത്? താലീഖ് ഉൽ ഹാലത്ത്, സ്റ്റാറ്റസ് ക്യാപ്ഷൻ. അൽ കുത്തുബ് മിനാർ ഫി ഡൽഹി ബനാഹു കുത്തുബുദ്ദീൻ ഐബക്, അങ്ങനെ എഴുതിയാൽ മതി. അതേപോലെ ലാഹിൽ അസൂറത്ത വ ആയിദ താലീഖൻ, ഈ ചിത്രം നോക്കിയിട്ട് ഇതിനൊരു കമന്റ്, ഒരു അടിക്കുറിപ്പ് എഴുതണം. ഇതെന്ത് എഴുതാം? ചെടി വെള്ളം നനച്ച് സംരക്ഷിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഹിമായത്തുൻ നബാത്താത്തി ഹിമായത്തുൽ ഹയാത്തി, അങ്ങനെ എഴുതാം. സസ്യങ്ങളെ സംരക്ഷിക്കൽ ജീവനെ സംരക്ഷിക്കലാണ്, ജീവിതത്തെ സംരക്ഷിക്കലാണ്. അതേ രൂപത്തിൽ എന്ത് വേണമെങ്കിലും എഴുതാം. ഈ ചെടിയായിട്ട് വെള്ളം നനക്കുന്ന രൂപത്തിലുള്ള എന്ത് എഴുതിയാലും മാർക്ക് കിട്ടും. കമ്മിൽ അൽ ജദ്വല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ഈ പട്ടിക പൂരിപ്പിക്കണം. 1ാമത്തെ കോളത്തിൽ അൽ മുഫ്രദും 2ാമത്തെ കോളത്തിൽ ജമ്മുണ്ട്. മുഫ്രദ് ഇൽമുൻ, അതിന് ജമ ഉലൂമുൻ. 2 മുഫ്രദ് ലൈഫുൻ, അതിഥി. ജമ ലുയൂഫ്, അതിഥികൾ. അടുത്തത് ലുഗത്തുൻ, ഭാഷ. ലുഗാത്തുൻ, ഭാഷകൾ. ലുഗാത്തുൻ എഴുതുമ്പോൾ ബാത്ത ആണ്. ഖാലിദ് മക്കാന സൽമ, സൽമയുടെ പകരം ഖാലിദ് എന്ന് വെക്കണം. വക്തുബ് മാ തബ്ദീലാത്തിൽ ലാസിമ, എന്നിട്ട് അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എഴുതണം. സൽമ ദാരിസത്തുൻ മുജ്തഹിദത്തുൻ, സൽമ കഠിനാധ്വാനിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. അവിടെ എന്ത് വെക്കാം? ഖാലിദ് എന്ന് വെക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഖാലിദുൻ ദാരിസുൻ മുജ്തഹിദുൻ. ദാരിസത്തുൻ എന്നത് ദാരിസുൻ എന്നാകും, മുജ്തഹിദത്തുൻ എന്നത് മുജ്തഹിദുൻ എന്നാകും. കാരണം ഖാലിദ് മുദക്കറാണ്, പുരുഷനാണ്.
സൽമ മുഅന്നസാണ്, സ്ത്രീയാണ്. സ്ത്രീയുടെ കൂടെയാണ് തുൻ എന്ന് വരിക. മദ്രസത്തുഹ അവളുടെ സ്കൂൾ ഫി ഖറിയത്തിൻ ജമീലത്തിൻ മനോഹരമായൊരു ഗ്രാമത്തിലാണ്. അവിടെ എന്തെഴുതും? അവൻ്റെ സ്കൂൾ മനോഹരമായൊരു ഗ്രാമത്തിലാണ് എന്ന് എഴുതണം. അവളുടെ എന്നതിനാണ് ഹ എന്ന് പറഞ്ഞത്. മദ്രസത്തുഹ അവൻ്റെ എന്ന് പറയാൻ ഹു. അപ്പോൾ മദ്രസത്തുഹു അവൻ്റെ സ്കൂൾ ഫി ഖറിയത്തിൻ ജമീലത്തിൻ മനോഹരമായൊരു ഗ്രാമത്തിലാണ്. ഖറിയത്തിൻ ജമീലത്തിൻ എന്നുള്ളത് മാറ്റം വരുത്തേണ്ടതില്ല, അവനുമായി ബന്ധപ്പെട്ടത് മാത്രം മാറ്റിയാൽ മതി. വലഹ അവൾക്കുണ്ട് അഹുൻ സഗീറുൻ ചെറിയൊരു സഹോദരൻ. അപ്പോൾ വലഹ അവൾക്കുണ്ട് എന്നാണ്. അവനുണ്ട് എന്നെങ്ങനെ പറയും? വലഹു അവനുണ്ട് അഹുൻ സഗീറുൻ ചെറിയൊരു സഹോദരൻ. അബൂഹ താജിറുൻ അവളുടെ പിതാവ് ഒരു കച്ചവടക്കാരനാണ്. അത് മാറ്റിയിട്ട് അബൂഹു താജിറുൻ അവൻ്റെ പിതാവ് കച്ചവടക്കാരനാണ്. വ ഉമ്മുഹ റബ്ബത്തുൽ ബൈത്തി അവളുടെ ഉമ്മ വീട്ടമ്മയാണ്. അതെങ്ങനെ എഴുതും? അവൻ്റെ ഉമ്മ എന്നാക്കണം. അതിന് ഉമ്മുഹു. വ ഉമ്മുഹു റബ്ബത്തുൽ ബൈത്തി അവൻ്റെ ഉമ്മ വീട്ടമ്മയാണ്. അങ്ങനെ എഴുതുക. ഇനി ഇവിടെ സർഫാക്കുന്നത് പൂരിപ്പിക്കണം. ശരിബ ശരിബ ശരിബു, ശരിബത്ത് ശരിബത്ത ശരിബ്ന, ശരിബ്ത ശരിബ്തുമ ശരിബ്തും, ശരിബ്തി ശരിബ്തുമ ശരിബ്തുന്ന. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇഖ്റ അൽ ഫിക്രത്ത പാരഗ്രാഫ് വായിക്കുക. വഖ്തർ മിൻഹ എന്നിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കുക. അൽ ജുമൽ അൽ ഫിഅലിയത്ത ഫിഅലിയ ജുംല കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ. ഉദാഹരണം എന്താണ്? തഫത്തഹത്തിൽ അസ്ഹാർ ഫിൽ ബുസ്താനി പൂന്തോട്ടത്തിൽ പൂക്കൾ വിരിഞ്ഞു. തഫത്തഹത്ത് എന്നാൽ വിരിഞ്ഞു, അത് ഫിഅലാണ്. അങ്ങനെ ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ഫിഅലിയ ജുംല. ഈ പാരഗ്രാഫിൽ നിന്നും ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾ എടുത്ത് ഇവിടെ എഴുതണം. 3 ജുംലകൾ എഴുതാൻ ഉണ്ട്. വായിച്ചു നോക്കാം. ഹാദാ ബുസ്താനുൻ ജമീലുൻ ഇതൊരു ഭംഗിയുള്ള പൂന്തോട്ടമാണ്. അതിൽ ഫിഅലില്ല. തഫത്തഹത്തിൽ അസ്ഹാർ ഫിൽ ബുസ്താനി പൂന്തോട്ടത്തിൽ പൂക്കൾ വിരിഞ്ഞു, അതവിടെ ഉദാഹരണത്തിൽ കൊടുത്തു. വഫി വസത്തിൽ ബുസ്താനി ഗദീറുൻ ജമീലുൻ പൂന്തോട്ടത്തിന്റെ മധ്യത്തിലൊരു ഭംഗിയുള്ള കുളമുണ്ട്, അതിലും ഫിഅലില്ല. അടുത്തത് തതീറു തുയൂറു ഫൗക്കൽ അസ്ജാരി പക്ഷികൾ മരങ്ങൾക്ക് മീതെ പറക്കുന്നു. തതീറു എന്നാൽ പറക്കുന്നു, അത് ഫിഅലാണ്. അപ്പോൾ ആ സെന്റൻസ് എഴുതണം. തതീറു തുയൂറു ഫൗക്കൽ അസ്ജാരി എന്നത് എഴുതുക. അസ്സമാഉ സാഫിയത്തുൻ ആകാശം തെളിഞ്ഞതാണ്, അതിൽ ഫിഅലില്ല. തജ്ലിസുൽ ഫറാശാത്തു അലൽ അസ്ഹാരി പൂമ്പാറ്റകൾ പൂക്കളുടെ മേൽ ഇരിക്കുന്നു. തജ്ലിസു എന്നാൽ ഫിഅലാണ്, അതുകൊണ്ട് അത് ഫിഅലിയ ജുംലയാണ്. ഫിഅൽ കൊണ്ടാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് തജ്ലിസുൽ ഫറാശാത്തു അലൽ അസ്ഹാരി എന്ന സെന്റൻസ് എഴുതുക. തഹുസുൽ അസ്ഹാർ ഫിർരിഹി തഹുസു എന്നാലും ഫിഅലാണ്. പൂക്കൾ കാറ്റത്ത് ഇളകുന്നു, അതും എഴുതുക. ഓക്കെ. ഇനി ഹവ്വിലിൽ ആത്തിയ ഇല ജുംലത്തിൻ ഇസ്മിയത്തിൻ കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ താഴെയുള്ള ജുംലകൾ ഇസ്മിയ ജുംലയാക്കി മാറ്റണം. അൽ ജുംലത്തുൽ ഫിഅലിയ എന്നതാണ് ഒന്നാമത്തെ കോളത്തിലുള്ളത്. യഷ്ഹദുർ റജുലു ഒരു പുരുഷൻ സാക്ഷ്യം വഹിക്കുന്നു, അത് അൽ ജുംലത്തുൽ ഇസ്മിയാക്കി എന്താണ്? അർ റജുലു ഷാഹിദുൻ പുരുഷൻ സാക്ഷ്യം വഹിക്കുന്നു. യനാമു തിഫ്ലു കുട്ടി ഉറങ്ങുകയാണ്, അതങ്ങനെ എഴുതും? അത്തിഫ്ലു നാഇമുൻ. തജ്ലിസുൽ ബിന്ദു പെൺകുട്ടി ഇരിക്കുന്നു. അൽ ബിന്ദു ജാലിസത്തുൻ. യത്ലുഉൻ നജ്മു നക്ഷത്രം ഉദിക്കുന്നു. അൻ നജ്മു ത്വാലിഉൻ. ഓക്കെ. റത്തിബിൽ കലിമാത്ത് ഇത് ക്രമപ്പെടുത്തണം. കുല്ല ആമിൻ വ അൻതും ബിഖൈർ എന്നാണ് എഴുതേണ്ടത്. പിന്നെ അതമന്ന ലക്കും റിഹലത്തൻ സഈദത്തൻ ഞാൻ നിങ്ങൾക്ക് ഐ വിഷ് യു എ ഹാപ്പി ജേണി. അടുത്തത് അൽ ഖിറാഅത്തു ഹിവായത്തുൻ മുഫീദത്തുൻ വായന നല്ലൊരു ഹോബിയാണ്. അടുത്തത് തർജിമില ലുഗത്തിക മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ജാബിറുൻ ദാരിസുൻ ഫി സഫി സാമിനി ജാബിർ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. യതഹദ്ദസു ജാബിറുൻ അൽ ലുഗത്തൽ അറബിയ്യത ജയ്യിദൻ ജാബിർ അറബി ഭാഷ നന്നായി സംസാരിക്കും. ഹുവ യതഅല്ലമു ലുഗത്തൽ അറബിയ്യത മുൻദു തുഫൂലതിഹി അവൻ ചെറുപ്പം മുതലേ അറബി ഭാഷ പഠിക്കുന്നുണ്ട്. ഇനി ലാഹിൽ അസൂറത്ത ചിത്രം നോക്കുക. വക്തുബ് സലാസ ജുമലിൻ ബി മുസാഅദത്തി നിഖാത്ത് എന്നിട്ട് ഈ നിഖാത്തുകൾ ഈ പോയിന്റുകളുടെ സഹായത്തോടെ 3 ജുംലകൾ എഴുതുക. എന്തൊക്കെയാണ് പോയിന്റുകൾ? അത്തുയൂർ പക്ഷികൾ, അൽ ജിബാൽ മലകൾ, അൽ അസ്ജാർ മരങ്ങൾ, അൽ ഫറാഷാത്ത് പൂമ്പാറ്റകൾ, അൽ അസ്ഹാർ പൂക്കൾ. എന്തൊക്കെ എഴുതാം? അത്തുയൂർ തതീറു ഒരു ജുംലയായി, പക്ഷികൾ പറക്കുന്നു. അൽ ജിബാലു മുർത്തഫിഅത്തുൻ മരങ്ങൾ ഉയർന്നു നിൽക്കുന്നതാണ്. അൽ അസ്ജാറു കബീറത്തുൻ അൽ ജിബാലു മുർത്തഫിഅത്തുൻ മലകൾ ഉയർന്നു നിൽക്കുന്നതാണ്. അൽ അസ്ജാറു കബീറത്തുൻ മരങ്ങൾ വലുതാണ്. അൽ ഫറാഷാത്തു തതീറു
പൂമ്പാറ്റകൾ പറക്കുന്നു. അൽ അസ്ഹാറു ജമീലത്തുൻ, പൂക്കൾ ഭംഗിയുള്ളതാണ്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ലക്കിയ തോമസ് സ്വദീഖഹു രാജു, തോമസ് തൻ്റെ കൂട്ടുകാരനായ രാജുവിനെ കണ്ടുമുട്ടി. മിനൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിൽ നിന്നും. കമ്മിൽ അൽ ഹിവാറ, അവർക്കിടയിലുള്ള ഹിവാറ പൂരിപ്പിക്കുക. രാജു, സബാഹുൽ ഖൈർ യാ തോമസ്. തോമസ്, സബാഹൻ നൂർ. ലിമ അൻതഹുന, നീ എന്താണ് ഇവിടെ? അപ്പോൾ രാജു, ഉമ്മി മരീള, എൻ്റെ ഉമ്മ രോഗിയാണ്. അപ്പോൾ തോമസ് എന്ത് പറയും? മാതാ അസ്വാബഹ, അവൾക്ക് എന്ത് പറ്റി? അസ്വാബഹ അൽ ഹുമ്മ, അവൾക്ക് പനി ബാധിച്ചു. ഷഫാഹ് അല്ലാഹ്, അള്ളാഹു അവർക്ക് രോഗം മാറ്റി കൊടുക്കട്ടെ. മൻ മാക്ക, നിന്റെ കൂടെ ആരാണ്? മായി അബി, എൻ്റെ കൂടെ എൻ്റെ ഉപ്പയുണ്ട്. ഇനി മത്താ തർജിഉ ഇലൽ ബൈത്തി, മത്താ തർജിഊന ഇലൽ ബൈത്തി, നിങ്ങളെപ്പോൾ വീട്ടിലേക്ക് മടങ്ങും? ഗദൻ ഇൻഷാ അല്ലാഹ്, നാളെ ഇൻഷാ അല്ലാഹ്. ഇലൽ ലിഖായ്, സി യു, മഅ സലാമ, ബൈ. ഇനി ലാഹിൽ അൽ അഖാരിബ, ഈ ക്ലോക്കിലെ സൂചികൾ നിരീക്ഷിക്കുക. വ കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കുക. മിസാൽ, അഖൂമു ഫി സാഅത്തി ഡാഷ് സ്വബാഹൻ, ഇവിടെ സൂചിയുള്ളത് 5 മണിയാണ് അല്ലേ? അപ്പോൾ അഖൂമു ഫി സാഅത്തിൽ ഖാമിസത്തി സ്വബാഹൻ, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. അടുത്തത്, ദുക്കൽ ജറസു, ബെല്ലടിച്ചു. ഫി സാഅത്തി അൽ ആശിറത്തി സ്വബാഹൻ, രാവിലെ 10 മണിക്ക്. ബദഅത്തിൽ ഹിസ്സത്തു റിയാദിയത്തു, മാത്സ് പീരീഡ് തുടങ്ങി. ഫി സാഅത്തി അസാനിയത്തി വൻ നിസ്ഫി മസാഅൻ, വൈകുന്നേരം 2:30 മണിക്ക്. റജാന മിനൽ മദ്രസത്തി, ഞങ്ങൾ സ്കൂളിൽ നിന്നും മടങ്ങി. ഫിസാഅത്തിൽ റാബിയത്തി മസാഅൻ, വൈകുന്നേരം 4 മണിക്ക്. ഹാദാ കലം, ഇനി കമ്മിൽ ബി സിഫത്തിൻ മുനാസിബത്തിൻ, അനുയോജ്യമായ സിഫത്ത്, അതായത് നഅത്ത് വെക്കണം. ഹാദാ കലമുൻ സ്വഗീറുൻ, ഇതൊരു ചെറിയ പേനയാണ്. ഹാദിഹി ശംസിയത്തുൻ ജദീദത്തുൻ, ഇതൊരു പുതിയ കുടയാണ്. സൂർത്തു ഹദീഖത്തൻ ജമീലത്തൻ, ഞാൻ ഭംഗിയുള്ളൊരു തോട്ടം സന്ദർശിച്ചു. ഇനി അജിബാനിൽ അസില, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ആയിദ ഫിഖറത്തൻ അൻ ഇംകാനിയാത്തി ഇൻസാലത്തിൻ, ഇൻസാലത്ത് റോബോട്ട് അല്ലേ, യന്ത്രമനുഷ്യൻ. റോബോട്ടിന്റെ സാധ്യതകളെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതണം. ഫി ഹയാത്തിൽ ഇൻസാനി, മനുഷ്യ ജീവിതത്തിൽ. ബി മുസാദത്തിൻ നിഖാത്തി, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ. തുസായിദ് ഫി മജാലാത്തിൻ മുത്തനവ്യ, വിവിധ മേഖലകളിൽ സഹായിക്കുന്നു. തഅമലുക ഇൻസാനിൻ ആഖിലിൻ, ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നു. അൽ ഫനാദിഖു വൽ മസാനിഉ, ഫാക്ടറികളും ഹോട്ടലുകളും. തതകല്ലമു വ തുറഹിബു, സംസാരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തുസഹിലു ഹയാത്തൽ ഇൻസാനി, മനുഷ്യന്റെ ജീവിതം എളുപ്പമാക്കുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ തയ്യാറാക്കാം? അൽ ഇൻസാലത്തു തുസായിദുൽ ഇൻസാന, റോബോട്ട് മനുഷ്യനെ സഹായിക്കുന്നു. ഫി മജാലാത്തിൻ മുഖ്തലിഫത്തിൻ, വിവിധ മേഖലകളിൽ. തഅമലുക ഇൻസാനിൻ ആഖിലിൻ, അവ മനുഷ്യനെ, ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ പെരുമാറുന്നു, ജോലി ചെയ്യുന്നു. യുംകിനുന, നമുക്ക് സാധിക്കും. ഇസ്തിഖ്ദാമുഹ, അവയെ ഉപയോഗപ്പെടുത്താൻ. ഫിൽ ഫനാദിഖി വൽ മസാനി, ഫാക്ടറികളിലും ഹോട്ടലുകളിലും. വഹിയ തതകല്ലമു വ തുറഹിബു ബിൽ ളുയൂഫി, വഹിയ തതകല്ലമു, അത് സംസാരിക്കുന്നു. വ തുറഹിബു ബിൽ ളുയൂഫി, അതിഥികളെയൊക്കെ സ്വാഗതം ചെയ്യും. വ തുസഹിലു ഹയാത്തൽ ഇൻസാനി, മനുഷ്യന്റെ ജീവിതത്തെ എളുപ്പമാക്കും. അങ്ങനെ എഴുതാം. ഇനി അൻത തുരീദു ഒളിവിയത്തൻ ഫി മക്തബത്തിൽ മദ്രസ, സ്കൂൾ ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പ് നീ ഉദ്ദേശിക്കുന്നു. അക്മിൽ അൽ ഇസ്തിമാറത്ത, അതിനുവേണ്ടിയുള്ള ഫോം ഫില്ല് ചെയ്യുക. അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം, അവിടെ പേര് എഴുതുക. അൽ ജിൻസു, അൽ ജിൻസു മീൻസ് ജെൻഡർ. മെയിലാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ സക്കറ എന്ന് എഴുതുക. ഫീമെയിൽ ആണെങ്കിൽ, പെണ്ണാണെങ്കിൽ ഉൻസ എന്ന് എഴുതുക. ഇസ്മുൽ വാലിദ്, നെയിം ഓഫ് ഫാദർ, ഉപ്പാൻ്റെ പേര് അവിടെ എഴുതുക. റഖമുൽ ഹാത്തിഫ്, ഫോൺ നമ്പർ, എന്തെങ്കിലും നമ്പർ എഴുതിയാൽ മതി. താരിഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. അസഫ്, ക്ലാസ്. അസാമിൻ എന്ന് എഴുതുക, 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ്, എന്ത് എഴുതിയാലും മതി. റഖമു ആധാർ, ആധാർ നമ്പർ, അത് എഴുതുക. അത്തൗഖി, ഒപ്പ്, അവിടെ ഒരു ഒപ്പിടുക. ഇഖ്റ തർജമത്ത് അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കിയുടെ ജീവചരിത്രം വായിക്കാം. വ അൻഷി മിൻഹ അർബഅത അസിലത്തിൻ, അതിൽ നിന്ന് 4 ചോദ്യങ്ങൾ ഉണ്ടാക്കാം. മൻ, ആര്, മാ, എന്ത്, മത, എപ്പോൾ, ഐന, എവിടെ. ഇതാണ് ചോദ്യത്തിന്റെ വാക്കുകൾ. അഹമ്മദ് ഷൗക്കി ഷായറുൻ മഷ്ഹൂറുൻ ഫിൽ അസ്റിൽ ഹദീസി, ആധുനിക കാലഘട്ടത്തിലെ പ്രശസ്തനായ ഒരു കവിയാണ് അഹമ്മദ് ഷൗക്കി. വലിദ ഷായറു ബിൽ കാഹിറത്തി, അദ്ദേഹം കൈറോയിൽ ജനിച്ചു. സനത്ത് 1868. ലുക്കിബ ബി അമീർ ഷ്വറ, അമീർ ഷ്വറ എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടു. വമിൻ അഷ്ഹരി ഖസായിദിഹി, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതകളിൽപ്പെട്ടതാണ് നഷീദു മിസ്ർ വ ഖസീദത്തുൻ നീൽ വൽ ഇൽമു വ തഅലീം, ഇവയൊക്കെ. വയുറഫു ദീവാനു ഷേരിഹി, അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം അറിയപ്പെടുന്നു അഷൗഖിയാത്ത് എന്ന്.
തുവഫിയ ഷായറു ഫിൽ ഖാഹിറത്തി, അദ്ദേഹം കൈറോയിൽ മരണപ്പെട്ടു 1932. ചോദ്യങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാം? മൻ വെച്ചുകൊണ്ട് മൻ ഹുവ അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കി ആരാണ്? അടുത്തത് മാ എന്നത് വെച്ച് എന്ത് എഴുതാം? മാ ലക്കബുഹു, അദ്ദേഹത്തിൻ്റെ ലക്കബ് എന്താണ്? അമീർ ഷുറ. ഇനി മത്താ വുലിദ അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കി എപ്പോൾ ജനിച്ചു? ഐന വുലിദ അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കി എവിടെ ജനിച്ചു? 4 ചോദ്യമായി. ഓക്കെ.